ഗായ്സ്, ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മള് മരുന്നും പറയല കേട്ടോ. നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങിപ്പോയി ഗായ്സ്. വേണ്ടേ നമ്മുടെ കൂട്ടുകാരൊക്കെ ഗായ്സ്, വേണ്ട നമ്മുടെ കമ്പനിക്കാരെല്ലാം ഉണ്ട്. നമ്മൾ രാത്രിക്ക് ഇന്നലെ വൈകിട്ട് വന്ന അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇന്നലെ ഗിഡിലൊക്കെ അടിച്ചു കേട്ടോ. ഗിഡിലൊക്കെ അടിച്ച് നമ്മൾ കഴിച്ചതാണ് കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ നമ്മൾ ഇപ്പം കിടന്ന് 4 മണിയൊക്കെ ആയി ഗിഡിലടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ. ഗായ്സ്, ബാക്കിയുള്ള എല്ലാ വണ്ടികളും പോയി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന ആ സ്പോട്ടിൽ തന്നെ കൊണ്ട് വണ്ടി ഇട്ടേക്കുവാണ്. നമ്മളിവിടെ തന്നെ കിടന്ന് ഉറങ്ങി. ഇനി ഇവിടെ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. വേണ്ട നമ്മുടെ വണ്ടി കിടക്കുന്നു. നമ്മൾ വേണ്ടേ ഇന്നലെ ഇവിടെ നമ്മൾ ഗ്രില്ലുണ്ടാക്കി കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നമ്മൾ ഗ്രില്ലുണ്ടാക്കി. വേണ്ടേ നമ്മൾ വേണ്ട ഈ നിൽക്കുന്നതാണ് പരുന്തുംപാറ. കട്ടപ്പനയൊക്കെ കഴിഞ്ഞ് വരണം പരുന്തുംപാറ. കണ്ടോ ഗൈസ്, ഇതാണ് സ്പോട്ട്. അടിപൊളി സ്പോട്ട്. രാവിലെ ഞങ്ങൾ എണീറ്റപ്പോൾ 9 മണിയായി പോയി. കാറിനകത്ത് എല്ലാവരും കൂടെ ചുരുണ്ട് കുടിക്കണം ഉറങ്ങി ഗൈസ്. വേണ്ടേ രാവിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, രാവിലെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സെറ്റപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഗായ്സ് ഒരു രക്ഷതാണ്. ട്രാവലറിനകത്തൊക്കെ രാവിലെ ആൾക്കാർ നിൽക്കുന്നത് ഒരു രക്ഷ തണുപ്പാണ് ഗായ്സ്. ഇന്നലെ എൻ്റെ എട്ടവാട് വന്നു. ഇതുണ്ടോ മൊത്തം മലയാ. ഇവിടെ ഏതോ ഒരു മലയുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. കറക്റ്റ് പരുന്തിരിക്കുന്ന പോലെ അങ്ങാണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇവിടാണോ അപ്പുറത്താണോ എന്നറിയത്തില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് ഇതൊക്കെ പോവാം. പോയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഗൈസ്. അപ്പുറത്തോടൊക്കെ വലിയ കൊക്കയാണ് ഗൈസ്. ഇപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റാണ് ഗൈസ് അടിക്കുന്നത്. ഇവിടുത്തെ ഉള്ളു നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം ഗൈസ്. നമ്മുടെ വണ്ടി കിടക്കുന്ന കണ്ട ഗൈസ്. ഇതെന്നെ കിടപ്പായി കിടക്കുന്നത് നോക്കി. ചരിഞ്ഞൊക്കെ കിടക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഉണ്ട് ഇവിടെ കൊണ്ടുപോയി വണ്ടി ഒരു കാറ്റടിച്ചെങ്കിൽ വണ്ടി അപ്പുറം ഇപ്പുറം പറഞ്ഞുകൊണ്ട് സമയം കഴിയും സത്യം പറഞ്ഞ. നമുക്കൊരു പണി കിട്ടി ഗൈസ്. ഇന്നലെ വൈകിട്ടൊക്കെ വൈകിട്ട് ഫുള്ള് വണ്ടിയുടെ ഫാനോണായി കിടക്കുമായിരുന്നു ഗൈസ്. ഇതുകൊണ്ട് ഫാനോണായി കിടക്കുമായിരുന്നു. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. നമ്മൾ നൈസായിട്ട് വണ്ടി തള്ളി സ്റ്റാർട്ടാക്കാൻ നോക്കിയത് ഗൈസ്. പക്ഷെ വണ്ടി ഇപ്പോൾ കിടക്കുന്നുണ്ടോ. ഇവിടുന്ന് വണ്ടി ഇനി മുന്നോട്ട് പോകുന്നില്ല ഗൈസ്. ഇത് കണ്ട് പുറകോട്ടേ വരൂ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കണ്ട കൊക്കയാണ്. റോഡ് പോകണമെങ്കിൽ കൊക്കയാണ്. റോഡിലോട്ട് വലിയൊരു കട്ടിങ്ങുമാണ്. പക്ഷെ ഇത് പുറകോട്ട് പോകണമെന്ന് പറഞ്ഞാൽ മണ്ടയ്ക്കോട്ട് കയറ്റമാണ് ഗൈസ്. നമ്മൾ 3 പേര് തള്ളി കിടന്നു. നടക്കത്തില്ല. ഞങ്ങൾക്ക് പറഞ്ഞാലത് മനസ്സിലാകത്തില്ല. വണ്ടി കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞങ്ങൾ എന്തെങ്കിലും വഴി നോക്കട്ടെ. എന്നാലേ ഇവിടുന്ന് പുറത്ത് ചാടാൻ പറ്റത്തുള്ളൂ. അത് നോക്കിയിട്ട് ഞാൻ വിളിക്കാം ഗൈസ്. അത് നോക്കിയിട്ട് ഞാൻ കാണിക്കാം ഗൈസ്.